ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് ചാനൽ ഗ്രോത്തുമായി ബന്ധപ്പെട്ട് പല ചാനലുകൾക്കും സംഭവിക്കുന്ന വലിയ മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ കാറ്റഗറി എല്ലാം സെലക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ചാനലിന് കറക്റ്റായ കാറ്റഗറി അല്ല സെലക്ട് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഇത് കറക്റ്റ് ഓഡിയൻസിലേക്ക് എത്താതാവുകയും അതുവഴി നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ ഏത് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ലാംഗ്വേജ് ആണ് നമ്മൾ സെറ്റിംഗ്സിൽ സെലക്ട് ചെയ്യേണ്ടത്. നമ്മുടെ വീഡിയോസ് മലയാളത്തിലാണ്, എന്നാൽ നമ്മൾ ചാനൽ സെറ്റിംഗ്സിൽ ഹിന്ദി എന്നെല്ലാമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഇത് നമ്മുടെ ചാനൽ ഗ്രോത്തിന് നല്ലതല്ല. അതിനാൽ തന്നെ നമ്മൾ മലയാളത്തിലാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ മലയാളം എന്ന ലാംഗ്വേജ് തന്നെ നമ്മുടെ ചാനൽ സെറ്റിംഗ്സിൽ സെലക്ട് ചെയ്യുക. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചാനലിൽ കൺട്രി സെലക്ട് ചെയ്യുന്നതാണ്. പലരും തെറ്റായി ചിന്തിക്കാറുണ്ട്. അതായത് നമ്മൾ വേറെ ഏതെങ്കിലും കൺട്രി എല്ലാം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് കൂടുതൽ വ്യൂസ് വരും എന്നെല്ലാം. ഇത് ശരിയല്ല. നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കൺട്രി ഇന്ത്യ എന്ന് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ ശരിയായല്ല നമ്മൾ കൺട്രി സെലക്ട് ചെയ്യുന്നത് എങ്കിൽ ഇത് നമ്മുടെ ചാനൽ റിജക്റ്റ് ചെയ്യാനെല്ലാം കാരണമായേക്കാം. അതുപോലെ മോണിറ്റൈസേഷനിൽ കുറേയേറെ പ്രശ്നങ്ങളും ഇത്തരത്തിൽ ശരിയായി കൺട്രി സെലക്ട് ചെയ്യുന്നില്ല എങ്കിൽ സംഭവിക്കും. എങ്ങനെയാണ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് സെറ്റിംഗ്സ് എല്ലാം ചെയ്യുക എന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കണ്ടു നോക്കുക. അതുപോലെ യൂട്യൂബിൽ ചാനൽ ഗ്രോത്ത് എല്ലാം നഷ്ടപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ്, യൂട്യൂബിൽ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം വീഡിയോ ലിങ്ക്സ് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഇത്തരത്തിൽ വീഡിയോ ലിങ്ക്സ് എല്ലാം ഷെയർ ചെയ്യുന്നത് യൂട്യൂബിന് മനസ്സിലാക്കാനും അതുവഴി നമുക്ക് എത്ര വ്യൂസ് എല്ലാം വന്നു എന്നും യൂട്യൂബിന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ എല്ലാവർക്കും വീഡിയോ ലിങ്ക്സ് എല്ലാം ഷെയർ ചെയ്യുമ്പോൾ പലരും നമ്മുടെ വീഡിയോ മുഴുവനായി കാണണമെന്നില്ല. ഇത്തരത്തിൽ നമ്മുടെ വീഡിയോസ് കറക്റ്റായി കാണുന്നില്ല എങ്കിൽ ഇത് നമ്മുടെ ചാനൽ ഗ്രോത്ത് എല്ലാം നഷ്ടപ്പെടാനും കാരണമാകും. അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരത്തിൽ എല്ലാവർക്കും നിങ്ങളുടെ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യാതിരിക്കുക. അതുപോലെ മറ്റൊരു മിസ്റ്റേക്ക്, പല യൂട്യൂബേഴ്സും അവർ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അവരുടെ വീഡിയോയുടെ വാച്ച് ടൈം എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് അവർ പല ഡിവൈസുകളിൽ നിന്ന് അവരുടെ സ്വയം വീഡിയോസ് എല്ലാം കാണാറുണ്ട്. ഇത്തരത്തിൽ ചെയ്യുന്നത് ചാനൽ ഗ്രോത്തിന് നല്ലതാണ് എന്നാണ് പലരും കരുതുന്നത്. എന്നാൽ ഇത് ശരിയായ ഒരു കാര്യമല്ല. കാരണം യൂട്യൂബിൻ്റെ അൽഗോരിതം അത്രയും അഡ്വാൻസ്ഡ് ആണ്. അതിനാൽ തന്നെ എങ്ങനെയാണ് നമ്മുടെ ചാനലിലേക്ക് വ്യൂസ് വരുന്നത്, ഇത് കറക്റ്റായ രീതിയിലാണോ, ഇതെല്ലാം മനസ്സിലാക്കാൻ യൂട്യൂബിന് വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും. ഇത്തരത്തിൽ ചെയ്യുന്നത് നമ്മുടെ ചാനലിലേക്ക് കുറച്ച് വാച്ച് ടൈം എല്ലാം കൊണ്ടുവന്നു എന്ന് വരാം. എന്നാൽ ദീർഘകാല നിലനിൽപ്പിന് ഇത്തരത്തിൽ ചെയ്യുന്നത് നമ്മുടെ ചാനലിന് നല്ലതല്ല. നമ്മുടെ വീഡിയോസ് റെക്കമെൻഡേഷനിൽ ഒന്നും പോകാതെ ചാനൽ ഡെഡ് ആകാനെല്ലാം ഇത്തരത്തിൽ ചെയ്യുന്നത് കാരണമാകും. അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. Thank you.